ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തുടരുന്ന പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും ഉപജീവനത്തിനായി എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സപ്പ് കൂട്ടായ്മ ലോട്ടറി തട്ട് നൽകി. നമ്മുടെ പാവട്ടുമുറി 7-ാം വാർഡിലാണ് നമ്മുടെ സുനിലേട്ടൻ. അപ്പോൾ ആളുടെ അവസ്ഥ ഭയങ്കര വിഷമമുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ ശ്രീകാന്തൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയണത്. ആളുടെ വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ആൾക്ക് കിഡ്നി മാറ്റിക്കേണ്ട ഡയാലിസ് ഉണ്ട്. അതെല്ലാം 2 ദിവസം മുമ്പ് ഡയാലിസാണ്. പിന്നെ അത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ആഴ്ചയിൽ 1000 രൂപ വെച്ചിട്ട് 2 പ്രാവശ്യം ആഴ്ചയിൽ ബ്ലഡ് ശുദ്ധീകരിക്കും, അതും വേണം. അങ്ങനെ അത്രയും വിഷമമുള്ളൊരവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾക്കൊരു ലോട്ടറിയുടെ തട്ടിടാന്നുള്ളൊരു പരിപാടി ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പാവട്ടുമുറിയിൽ ഇത് ഇട്ടിട്ടുള്ളത് ആളെ. അപ്പോൾ എല്ലാവരും ആളെന്നെ സപ്പോർട്ട് ചെയ്യുക. കടങ്ങോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്കരോഗത്തിന് ചികിത്സയിലാണ്. ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തിയും ആഴ്ചയിൽ 2 തവണ രക്തം മാറ്റിയുമാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിന് ആഴ്ചയിൽ 6400 രൂപ ചിലവ് വരുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കുവാൻ 24 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബമായതിനാൽ മരുന്ന് വാങ്ങുന്നതിനും വീട്ടുചെലവിനും വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് സുനിൽ. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് ഉള്ളത്. എൻ്റെ കിഡ്നി ഫെയിലിയറായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാടിനും നാട്ടുകാർക്കും വന്ന കൂട്ടായ്മ വന്ന് ശ്രീകാന്തേട്ടനും ജോസേട്ടനും വന്നിട്ടാണ് അവർ ഈ സംരംഭം വന്നപ്പോൾ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ഇതൊന്നും ഒരു ലോട്ടറി എടുത്ത് എന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും എന്ന വാട്സപ്പ് കൂട്ടായ്മ ഉപജീവനത്തിനായി ലോട്ടറി തട്ട് നൽകിയത്. കൂട്ടായ്മ കോർഡിനേറ്റർ ജോയ്സൺ പുലിക്കോട്ടിൽ തട്ട് സുനിലിന് കൈമാറി. സുനിലിനെ സഹായിക്കുവാൻ താല്പര്യമുള്ളവർ സുനിലിന്റെയും ഭാര്യ രജിതയുടെയും പേരിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കാവുന്നതാണ്. ഗൂഗിൾ പേ നമ്പർ 97 44 15 20 18. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.